ടി സിദ്ദീഖിന്റെ ചോദ്യത്തിന് മുമ്പിൽ ഉത്തരം മുട്ടിപ്പോവുകയാണ് മന്ത്രിക്ക്. ജെ.ബി. കോശി ക്രിസ്ത്യൻ ന്യൂനപക്ഷ കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ എന്തെങ്കിലും ഒരു നടപടി ഇതുവരെ എടുത്തിട്ടുണ്ടോ എന്നാണ് ചോദ്യം. ക്രിസ്ത്യൻ ന്യൂനപക്ഷ കമ്മീഷനാണത്. ക്രിസ്തുമതത്തിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ, അതുപോലെ തന്നെ തീരദേശത്തുള്ളവർ, മലയോര കർഷകർ, വനാതിർത്തിയോടടുത്ത് താമസിക്കുന്ന കർഷകർ, കുട്ടനാട്ടിൽ താമസിക്കുന്നവർ, ആദിവാസികൾ, ഇവിടെയൊക്കെ ക്ഷേമപ്രവർത്തനങ്ങൾ എന്തായി എന്നതാണ് മറ്റൊരു ചോദ്യം. അതുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് 2023 മെയ് മാസം സർക്കാരിന് നൽകുകയും ചെയ്തതാണ്. അങ്ങനെ 285 നിർദ്ദേശങ്ങൾ സർക്കാരിന് ഈ കമ്മീഷൻ നൽകിയിട്ടുണ്ട്. ഇവയൊക്കെ ഒന്ന് നടപ്പിലാക്കി ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അവരുടെ വിദ്യാഭ്യാസ, സാമൂഹിക, സാമ്പത്തിക പിന്നോക്കാവസ്ഥയെ മറികടക്കാനും അവരുടെ ക്ഷേമം ഉറപ്പുവരുത്താനും സാധിക്കും സർ എന്ന് പറഞ്ഞുകൊണ്ടാണ് സിദ്ദീഖിന്റെ തുറന്നു പറച്ചിൽ. ഇതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ സമുദായം സമൂഹത്തിന് നൽകിയ സംഭാവനകൾ എടുത്തു കാണിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്ന കാര്യങ്ങളൊക്കെ എടുത്തു കാണിച്ചാണ് സിദ്ദീഖ് സഭയിൽ മന്ത്രിയെ ചോദ്യം ചെയ്തതും. പക്ഷേ ആ ചോദ്യത്തിന് ഉത്തരം മുട്ടുന്നതാണ് നമ്മൾ കണ്ടത്. ടി സിദ്ദീഖ്, ബഹുമാനപ്പെട്ട ന്യൂനപക്ഷ ക്ഷേമം, കായികം, വഖഫ്, ഹജ്ജ്, തീർത്ഥാടന വകുപ്പ് മന്ത്രി. സർ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സർ. അങ്ങ് ചെറിയൊരു സമയം അനുവദിക്കണമെന്ന്. ഇല്ല, അനുവദിക്കാൻ പറ്റില്ല എന്ന് വളരെ ക്ലിയർ ആയി പറഞ്ഞു. പിന്നെ അതിന്റെ മുകളിൽ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. സർ, 5/11/2020 214/2020 സർക്കാർ ഉത്തരവനുസരിച്ച് രൂപീകൃതമായ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസ, സാമൂഹ്യ, സാമ്പത്തിക പിന്നോക്കാവസ്ഥയും ക്ഷേമം എന്നിവ സംബന്ധിച്ച് പഠിച്ച റിപ്പോർട്ട് നൽകാൻ നിയോഗിക്കപ്പെട്ട ജസ്റ്റിസ് ജെ.ബി. കോശി കമ്മീഷൻ രൂപീകൃതമാവുകയും അവർ പഠനം നടത്തുകയും അവർ റിപ്പോർട്ട് തയ്യാറാക്കുകയും അതെല്ലാം സർക്കാരിന് നൽകുകയും ചെയ്തു. സർ 9/2/2021 ജിഒ 32/2021 ഉത്തരവനുസരിച്ച് കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങൾ തീരുമാനിച്ചു. സർ അതെല്ലാം കഴിഞ്ഞ് മക്കളുടെ വിദ്യാഭ്യാസം, സാമ്പത്തികാവസ്ഥ, സാമൂഹ്യ പിന്നോക്കാവസ്ഥ, ക്ഷേമ കാര്യങ്ങൾ ഇതെല്ലാം അനലൈസ് ചെയ്യാനുള്ള ടേംസ് ഓഫ് റെഫറൻസ് ഒക്കെ ആക്കി. സർ, ക്രിസ്തുമതത്തിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ, തീരദേശവാസികൾ, മലയോര കർഷകർ, വനാതിർത്തിയോട് അടുത്ത് താമസിക്കുന്ന കർഷകർ, കുട്ടനാട് മുതലായ സ്ഥലങ്ങളിൽ താമസിക്കുന്ന കർഷകർ, ആദിവാസികൾ, ദളിതർ, ലത്തീൻ ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന ആളുകൾ, അവരുടെയൊക്കെ ക്ഷേമ പ്രവർത്തനങ്ങൾ തുടങ്ങിയ വിവിധ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചു. നിരവധി സിറ്റിംഗുകൾ നടത്തി. സർ, സിറ്റിംഗ് നടത്തി റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ട് സർക്കാരിന്റെ കയ്യിൽ റിപ്പോർട്ട് നൽകിയത് 2023 മെയ് മാസം 17 സർ 2 വർഷ കാലാവധിയായി. സർ ഈ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകി 2 വർഷ കാലാവധിയായിട്ടും 285 നിർദ്ദേശങ്ങൾ സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. സർ യഥാർത്ഥത്തിൽ ഈ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കിയാൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷം ഇന്ന് അനുഭവിക്കുന്ന വിദ്യാഭ്യാസ, സാമൂഹ്യ, സാമ്പത്തിക പിന്നോക്കാവസ്ഥ മറികടക്കാനും അവരുടെ ക്ഷേമം ഉറപ്പുവരുത്താനും സാധിക്കും. സർ കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകൾ പരിശോധിച്ച് നടപ്പിലാക്കുന്നതിന് ചീഫ് സെക്രട്ടറി അധ്യക്ഷനായും അങ്ങയുടെ ഡിപ്പാർട്ട്മെന്റിലെ സെക്രട്ടറിയും പൊതുഭരണ സെക്രട്ടറിയും അംഗങ്ങളായും 2/3/24 കമ്മിറ്റി സർക്കാർ രൂപീകരിച്ചു. സർ യഥാർത്ഥത്തിൽ ഇതുവരെ ഈ കാര്യങ്ങളൊന്നും നടപ്പിലാക്കിയില്ല. സർ അവസാനിപ്പിക്കുക. സർ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് വെച്ചിട്ടില്ല, സഭയുടെ മുമ്പിൽ റിപ്പോർട്ട് വെച്ചിട്ടില്ല, ഒന്നുമായിട്ടില്ല. സർ നമ്മുടെ സാമൂഹ്യ നിർമ്മിതിയുടെ ഏറ്റവും പ്രധാന സ്തംഭങ്ങളിലൊന്ന് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി സഹോദരന്മാരും സഹോദരിമാരുമാണ്. അവർ നമ്മുടെ സമൂഹത്തിന് നൽകിയതായ വലിയ പിന്തുണയും സംഭാവനയും കാലാതീതവും വളരെ പ്രധാനവുമാണ്. ഭക്ഷ്യക്ഷാമ കാലത്ത് ഗ്രോമോർ ഫുഡ് അടക്കമുള്ളതായ നടപടികൾക്ക് നേതൃത്വം കൊടുത്ത ഒരു കമ്മ്യൂണിറ്റി. സർ വന്യമൃഗങ്ങളോടും പെരുമ്പാമ്പിനോടും കാട്ടുപോത്തിനോടും മുഴുവൻ നേരിട്ട്, മലമ്പനിയും കോളറയടക്കമുള്ള ഗുരുതരമായ ആരോഗ്യ വിപത്തിനെ നേരിട്ട് പടപൊരുതിയാണ് അവർ പ്രകൃതിയുടെ എക്കോസിസ്റ്റത്തെ സംരക്ഷിച്ച് കാർഷിക മേഖല വളർത്തിയെടുത്തത്. പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്നുള്ള വിശുദ്ധ ചാവറയച്ചന്റെ ദാർശനികത ഏറ്റെടുത്താണ് സ്കൂൾ കോളേജ് വിദ്യാഭ്യാസ മേഖല അവർ കേരളത്തിന് നൽകിയ ഏറ്റവും വലിയ അതിരുകളില്ലാത്ത അവസാനിപ്പിച്ചു. അതിരുകളില്ലാത്തതായ സംഭാവനയെ നമുക്കാർക്കും മറക്കാൻ കഴിയില്ല. അവർ പള്ളിക്കൂടം മാത്രമല്ല, ഈ കേന്ദ്രങ്ങളടക്കം നടപ്പിലാക്കി മുന്നോട്ട് പോയ കമ്മ്യൂണിറ്റിയാണ്. ആ കമ്മ്യൂണിറ്റിയുടെ വൈവിധ്യമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ജസ്റ്റിസ് ജെ.ബി. കോശി കമ്മീഷൻ എന്ന് നിങ്ങൾ നടപ്പിലാക്കും. സഭയിൽ നിന്ന് അതിന്റെ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് വെക്കും. 285 നടപടികൾ, ശുപാർശകൾ നൽകിയത് ഏതെല്ലാം കാര്യത്തിൽ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള അടിയന്തരമായ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട ന്യൂനപക്ഷ ക്ഷേമം, കായികം, വഖഫ്, ഹജ്ജ്, തീർത്ഥാടന വകുപ്പ് മന്ത്രി. സർ, ബഹുമാനപ്പെട്ട
സിദ്ദീഖ് MLA വളരെ വികാരത്തോടു കൂടിയാണ് ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. സർ, സംസ്ഥാനത്തെ ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിദ്യാഭ്യാസ സാമ്പത്തിക പിന്നോക്കാവസ്ഥ ക്ഷേമം എന്ന് സംബന്ധിച്ച പ്രശ്നങ്ങൾ പഠിക്കാനായി ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് 5/11/2020 സർക്കാർ ഉത്തരവ് MS 214/2020 ആഭ്യന്തര നമ്പർ ഉത്തരവ് പ്രകാരം രൂപീകൃതമായ റിട്ടയർഡ് ജസ്റ്റിസ് JB കോശി കമ്മീഷൻ പഠനം പൂർത്തിയാക്കി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച പഠന റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനായി പ്രസ്തുത റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിൽ നിന്നും ന്യൂനപക്ഷ വകുപ്പിലേക്ക് കൈമാറുകയുണ്ടായി. ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ പൊതുവായ പ്രശ്നങ്ങൾ, ലത്തീൻ കത്തോലിക്കർ, പരിവർത്തിത കൈവസ്തർ എന്നിവർ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ, കുട്ടനാട്ടിലെയും മലയോര പ്രദേശങ്ങളിലെയും തീരദേശ മേഖലയിലും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും പരിമിതികളും ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടങ്ങളിൽ അധിവസിക്കുന്ന ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ ഉന്നമനത്തിനും വിവിധ തലങ്ങളിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുമുള്ള സമഗ്രമായ നിർദ്ദേശങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന വിശദമായ റിപ്പോർട്ടാണ് കമ്മീഷൻ സമർപ്പിച്ചിട്ടുള്ളത്. പ്രസ്തുത റിപ്പോർട്ടിന്റെ അധ്യായം 8 ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന വിദ്യാഭ്യാസ, സാമൂഹിക, സാമ്പത്തിക പിന്നോക്കാവസ്ഥ മറികടക്കുന്നതിനും ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനായി സർക്കാർ തലത്തിൽ നടപടികൾ സ്വീകരിക്കുവാനായി 284 ശുപാർശകളാണ് കമ്മീഷൻ നൽകിയിട്ടുള്ളത്. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകൾ നടപ്പാക്കുന്ന കാര്യങ്ങൾ അതാത് വകുപ്പുകൾ പരിശോധിച്ച് തീരുമാനം കൈക്കൊള്ളേണ്ടതുണ്ട്. ബന്ധപ്പെട്ട വകുപ്പുകൾ കൈക്കൊള്ളേണ്ട നടപടികൾ ചർച്ച ചെയ്യുന്നതിനായും അവ ക്രോഡീകരിക്കുന്നതിനായും സെക്രട്ടറിമാരുടെ യോഗം വകുപ്പ് മന്ത്രി 19/1/2024 തീയതിയിലും ന്യൂനപക്ഷ ക്ഷേമ വകുപ്പുമായി ബന്ധപ്പെട്ട ശുപാർശകളുമായി നടപടി സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനായി 22/8/2024 തീയതിയിലും യോഗം വിളിച്ചു ചേർക്കുകയുണ്ടായി. കൂടാതെ ജസ്റ്റിസ് റിട്ടയർഡ് JB കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകൾ പരിശോധിച്ച് അഭിപ്രായങ്ങൾ സമർപ്പിക്കുവാൻ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായി ന്യൂനപക്ഷ വകുപ്പ് സെക്രട്ടറി, പൊതുഭരണ വകുപ്പ് സെക്രട്ടറി എന്നിവർ അംഗങ്ങളായും സർക്കാർ ഉത്തരവ് 933/2024 പ്രകാരം നമ്പറായി 2/3/24 തീയതി ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കമ്മിറ്റി കൃത്യമായ ഇടപെടലുകളിൽ യോഗം ചേർന്ന് കമ്മീഷൻ ശുപാർശകളിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ സ്വീകരിക്കേണ്ട നടപടികൾ പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നു. 2/1/25 പ്രിൻസിപ്പൽ സെക്രട്ടറി തലത്തിൽ നടന്ന യോഗത്തിൽ മന്ത്രിതല അംഗീകാരത്തോടെ ലഭ്യമാക്കിയ വകുപ്പുകളുടെ ശുപാർശകൾ മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയ്ക്ക് സമർപ്പിക്കുവാൻ നിർദ്ദേശിച്ചു. കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്നത് സംബന്ധിച്ച് അവലോകനം ചെയ്യാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 17/2/25 ബന്ധപ്പെട്ട കഴിഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 17/2/25 ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം വിളിച്ചിരുന്നു. JB കമ്മീഷൻ ശുപാർശകളുടെ തുടർ നടപടിയിൽ നല്ല പുരോഗതിയാണ് ഉള്ളതെന്ന് യോഗം വിലയിരുത്തി. 152 ശുപാർശകൾ വിവിധ വകുപ്പുകളിലെ നടപ്പിലാക്കി കഴിഞ്ഞവയാണ്. മന്ത്രിസഭയുടെ പരിഗണനയ്ക്കായി വരേണ്ട 11 ശുപാർശകളുണ്ട്. മന്ത്രിസഭ പരിഗണിക്കേണ്ടി വരുന്നതും കേന്ദ്ര സർക്കാരുമായി ചർച്ച ചെയ്യേണ്ടവ എന്നിവയ്ക്ക് പുറമെ നടപ്പാക്കാൻ പറ്റാത്ത ശുപാർശകളുണ്ട്. ഇവ തരംതിരിച്ച് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സെക്രട്ടറിമാരുടെ യോഗം ചേർന്ന് ക്രോഡീകരിച്ച് പട്ടിക തയ്യാറാക്കാനും മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് എടുക്കേണ്ടവ കാലതാമസം കൂടാതെ സമർപ്പിക്കാനും കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സെക്രട്ടറിമാർ വിവിധ കേന്ദ്ര മന്ത്രാലയങ്ങളിൽ ബന്ധപ്പെടാനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ നടപടിക്രമങ്ങൾ താമസം വിനെ പൂർത്തീകരിച്ച് കമ്മീഷൻ ശുപാർശകൾ നടപ്പാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. സർ, 2 വർഷമായി സർക്കാരിന്റെ കയ്യിൽ കിടക്കുന്ന ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട്, അതിന്റെ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് ഉൾപ്പെടെ എന്ന് സഭയിൽ വെക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. 284ഓളം ശുപാർശകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതിൽ 111ഓളം ശുപാർശകൾ ഇപ്പോൾ നടപ്പിലാക്കി കഴിഞ്ഞുണ്ട് സർ. ഇനി കേന്ദ്ര ഗവൺമെന്റുമായി നിയമനിർമ്മാണം നടത്തേണ്ട ചില കാര്യങ്ങളാണുള്ളത്. ഒരു നിയമനിർമ്മാണം നടപ്പിലാക്കുന്നതിന് ആവശ്യമായുള്ള സമയം ഇതിനുണ്ട്. പക്ഷേ